ചില ദൈവപ്രവർത്തികൾ തലമുറയിലും കൊച്ചുമക്കളിലും നടക്കുമെന്ന് ദൈവം പറയുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞത് റിസീവ് ചെയ്തിട്ട് പറയണം, എന്റെ മക്കളുടെ അനുഗ്രഹം ഞാൻ കാണും, എന്റെ തലമുറയുടെ അനുഗ്രഹത്തെ ഞാൻ കാണും, എന്റെ കൊച്ചുമക്കളുടെ അനുഗ്രഹത്തെ ഞാൻ കാണും. ബൈബിളിൽ ഒരു വചനമുണ്ട്, നിന്റെ മക്കളെയും മക്കളെയും നീ കാണുമെന്ന്. എന്തുകൊണ്ട് നമുക്കത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൂടാ? എന്റെ മക്കളുടെ അനുഗ്രഹം ഞാൻ കാണും, എന്റെ കൊച്ചുമക്കളുടെ അനുഗ്രഹം ഞാൻ കാണും, എന്റെ മക്കളുടെ ആത്മീക ജീവിതത്തിൽ നടക്കുന്ന അഭിവൃദ്ധി ഞാൻ കാണും, എന്റെ തലമുറ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ശോഭിക്കുന്നത് ഞാൻ കാണും. അതെങ്ങനെ നടക്കുമെന്ന് ചോദിക്കരുത്. ഞാൻ എത്രയോ കുഞ്ഞുങ്ങളുടെ ടെസ്റ്റിമണി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആസാദിയിലൊക്കെ കാണുമ്പോൾ തല്ലിപ്പൊളിയായിട്ട് നടന്ന് പ്രതീക്ഷയൊന്നുമില്ലാത്ത മാതാപിതാക്കളുടെ മക്കള് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പപ്പായി മമ്മി ഞങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്, ഓ ഇവൻ നന്നാവത്തില്ല, അല്ല ഇവൻ പഠിച്ച് വലിയ ആളാവത്തില്ല, പഠിക്കാൻ വലിയ കഴിവില്ല. എന്നാൽ ആ തലമുറയെ പൊങ്ങി വന്നേക്ക് നിന്ന്. ദൈവമക്കളെ, നമ്മൾ ആരെ നോക്കിയാണോ പറയുന്നത് കഴിവില്ല, ഓ ഇവൻ നന്നാവത്തില്ലെന്ന്, ദൈവം അവരെ നോക്കി പറയും, എനിക്കെന്നാ അവനെ മതി, ഞാൻ എന്നാ അവരെ എടുക്കാൻ പോവുക. പക്ഷെ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ തലമുറയെ കർത്താന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറയാൻ പറ്റുമോ, ഈ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് എന്റെ തലമുറയെ അപ്പാ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ കൊടുക്കുക, എന്റെ ജീവിതത്തിൽ ഒരു നാളെ വെളിപ്പെടും, ആ നാളെ ഹല്ലേലൂയ ഒരു വലിയ അത്ഭുതത്തെ ഞാൻ കാണും. എത്ര പേർക്ക് അതൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, ഞാൻ ആ ദൂതിന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുക, എന്റെ ജീവിതത്തെ സമർപ്പിക്കുക, എന്റെ ശുശ്രൂഷയെ സമർപ്പിക്കുക, എന്റെ ഭർത്താവിനെ സമർപ്പിക്കുക, ഒരു വലിയ ഡെലിവറൻസ് ഞാൻ കാണും.